ദശകം 93 24 ഗുരുക്കന്മാർ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യമായാ വിലാസം നാനാത്വാത് ഭ്രാന്തിജന്യ സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേഥോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീതവൈഷമ്യബുദ്ധേ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയി ഉപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലം അഭിജഗത് വീക്ഷ്യ മായാവിലാസം നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷ അവബോധേ വിധിഃ വാ വ്യാസേദഃ വാ കഥം തൗ ത്വയി നിഹിതമതേഃ വീതവൈഷമ്യബുദ്ധേഃ. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ. ഈ ബന്ധുജനങ്ങളോടുള്ള സ്നേഹം ഞാൻ ഉപേക്ഷിക്കാം അങ്ങയുടെ കാരുണ്യം കൊണ്ട്. ത്വയി ഉപാവേശിതാത്മാ, അങ്ങയിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട മനസ്സോട് കൂടിയവനായിട്ട് അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ ബന്ധുസ്നേഹം പൂർണ്ണമായും ഉപേക്ഷിക്കാം. സർവം ത്യക്ത്വാ ചരേയം സകലമഭിജഗത് വീക്ഷ്യ മായാവിലാസം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഭൗതികമായിട്ടുള്ള എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് എല്ലാം ഈശ്വരീയമായ മായയുടെ വിലാസങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. നാനാത്വാത് ഭ്രാന്തിജന്യാ സതി ഖലു ഗുണദോഷാവബോധേ വിധിഃ വാ. നാനാത്വാത് ഭ്രാന്തിജന്യാത്, മായയുടെ ഗുണമായിരിക്കുന്ന ഭ്രാന്തിയിൽ നിന്ന് ഉണ്ടാകുന്ന നാനാത്വ ബുദ്ധി കാരണമായിട്ട് ഗുണദോഷ അവബോധേ, നന്മയും തിന്മയും എന്നുള്ള വിവേചനം ഉണ്ടാകുമ്പോഴാണ് വിധിർവാ വ്യാസേദഃ വാ, വിധിയെന്നോ നിഷേധം എന്നോ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത്. കഥം തൗ ത്വയി നിഹിതമതേഃ വീതവൈഷമ്യബുദ്ധേ. അങ്ങയിലെ മനസ്സർപ്പിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ വിധിയും നിഷേധവും എങ്ങനെയാണ് ഉണ്ടാകാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഈ വൈഷമ്യബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ നാനാത്വം മൂലം ഉണ്ടാകുന്നതായ ഒരു മനസ്സിൻ്റെ അവസ്ഥ. ഒരു ഭക്തനായ ഒരാൾ അങ്ങയിൽ മനസ്സർപ്പിച്ച് ഉപാസിക്കുന്നവനാകുമ്പോൾ ക്രമേണ അയാൾ ഈ പ്രപഞ്ചത്തിൻ്റെ നാനാത്വ ബോധത്തിൽ നിന്ന് ഉയർന്ന് ഈ കാണുന്നതെല്ലാം ഈശ്വരീയമായ മായ മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നിലുള്ള ആ ഏക സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഈ നാനാത്വത്തെ മറികടക്കാൻ അയാൾക്ക് സാധിക്കും. അങ്ങനെയുള്ള അയാൾക്ക് വിധിയും നിഷേധവും ഒന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് ഈ മായയിൽപ്പെട്ട് ഭ്രമിക്കുവാൻ ഉള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബന്ധുസ്നേഹമാണ്. അത് ഭാര്യ, പുത്രൻ, ധനം, അല്ലെങ്കിൽ ഭർത്താവ്, പുത്രി, ധനം എന്നിങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് നമുക്കിവിടെ കർമ്മപാശങ്ങൾ സംഭവിച്ചുകൊണ്ട് ഇഹലോകത്തിൽ നമ്മൾ ബദ്ധരാകുന്നത് അല്ലെങ്കിൽ ബന്ധനസ്ഥരാകുന്നത്. എപ്പോഴാണോ മാനസികമായിട്ട് നമുക്ക് ഈ ബന്ധുസ്നേഹത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നത്, അപ്പോഴാണ് പൂർണ്ണമായ വൈരാഗ്യം മനസ്സിന് ലഭിക്കുകയുള്ളൂ. എവിടെയാണോ തീവ്രമായ വൈരാഗ്യം ജനിക്കുന്നത് അവിടെ ഭക്തി വളരെ പെട്ടെന്ന് സ്ഥലം പിടിക്കും. അങ്ങനെയുള്ളവർക്ക് ഈശ്വരപദപ്രാപ്തിക്ക് വളരെ എളുപ്പമായി തീരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ബന്ധുസ്നേഹത്തെ ഞാൻ അങ്ങയുടെ കരുണയാൽ
ഉപേക്ഷിച്ചു കൊള്ളാം. കൂടാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എനിക്ക് എന്തെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ട്, എൻ്റേത് എന്ന് പറയാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഞാൻ ഈ ജഗത്ത് മുഴുവൻ ഈശ്വരീയമായ മായയുടെ വിലാസമാണെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളാം. അങ്ങനെ വരുമ്പോൾ ഈ മായ ഹേതുവായിട്ട് നമ്മുടെ മനസ്സിൽ അലിഞ്ഞു ചേരുന്നതായ വിധിയും നിഷേധവും, ഏത് കർമ്മം ചെയ്യാം, ഏത് കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ള ആ സങ്കല്പങ്ങൾ ഒക്കെ അങ്ങയിൽ മനസ്സർപ്പിച്ചു കഴിഞ്ഞാൽ അതിനും അതീതനായി തീർന്നുകൊണ്ട് ഭഗവത് ഉപാസനയെ ഞാൻ തുടർന്നു കൊള്ളാം എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കാര്യത്തിലാണെങ്കിൽ പോലും യശോദാമ്മ ആ കുഞ്ഞ് കൃഷ്ണനെ ബന്ധനസ്ഥനാക്കാനായിട്ട് കയറുമായി വരുന്ന രംഗം ഇവിടെ സൂചിപ്പിക്കുന്നത് നല്ലതാണ്. ആ യശോദാമ്മയുടെ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ ബോധം കൊണ്ടാണ് പരമാത്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ബന്ധനസ്ഥനാക്കാനായിട്ട് ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. മേൽപ്പത്തൂർ അത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ബന്ധുമിച്ഛതിയമേവ സജ്ജന സ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്ജരശനാഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലൈക്ഷത. ബന്ധുമിച്ഛതിയം ഏവ സജ്ജനഃ. ഏതൊരു ഭഗവാനെയാണോ ബന്ധുവായിട്ട് കിട്ടണമെന്ന് സജ്ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, തം ബന്ധുമിച്ഛതി, ആ ഭഗവാനെയാണ് ബന്ധിക്കണമെന്ന് ഈ യശോദാമ തം ഭവന്തമയി ബന്ധുമിച്ഛതി, ആ ഭഗവാനെ ബന്ധിക്കണമെന്നാണ് യശോദാമ ആഗ്രഹിച്ചത്. കഷ്ടം. എന്നിട്ട് അതിനുവേണ്ടി സാ നിയുജ്ജരശനാ ഗുണാൻ ബഹൂൻ, അവൾ ആ അമ്മ യശോദാമ്മ രസനാഗുണാൻ ബഹൂൻ, കയറുകളെല്ലാം കൂട്ടിക്കെട്ടി. എന്നിട്ട് ഭഗവാനെ ബന്ധിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ എല്ലാം അങ്കുല ഊനം, 2 അങ്കുലം കുറവായിട്ട് കാണപ്പെട്ടു. ആ 2 അങ്കുലം എന്താണ് എന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാണ് അഹം എന്നും മമ എന്നും ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം മൂലമാണ് അത് സംഭവിച്ചത് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ നമ്മളിൽ നിന്നും അകന്നു പോകേണ്ടതായ ഒരു ഭാവമാണ് ഈ മമത, ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവം. അതുകൊണ്ടാണ് മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന രാജാക്കന്മാർ അവർ വാനപ്രസ്ഥമെന്നും സന്യാസം എന്നുമുള്ള ആശ്രമങ്ങളൊക്കെ ആചരിച്ചിരുന്നത്. രാജാവായിട്ട് വളരെ ആഡംബരമായിട്ട് ജീവിച്ചിരുന്ന ആ സുഹൃതികൾ അവരുടെ മക്കളെല്ലാം പ്രായമായി കഴിയുമ്പോൾ അവരിലേക്ക് രാജ്യഭാരം പകർന്നു കൊടുത്തുകൊണ്ട് അവർ വനവാസത്തിന് പോകുന്നു, വാനപ്രസ്ഥത്തിന് പോകുന്നു. സ്വന്തമായി ഉള്ളതിനെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് കേവലം ഒരു കാട്ടാളനെ പോലെ കാടുകളിൽ നടക്കുന്ന രീതിയിലേക്കാണ് അവരെല്ലാം പോയത്. അത് ഈ മമതാ ബോധത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഈശ്വരോപാസനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വാനപ്രസ്ഥം സ്വീകരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഋഷഭയോഗീശ്വര ചരിത്രത്തിൽ പറയുന്നത് ത്വയി ത്രിലോകീവൃതി രാജ്യഭാരം നിധായ നാഭി സഹമേരുദേവ്യ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതഃ കിലാനന്ദ പദം പദം തേ. ആ ഋഷഭദേവന് പ്രായമായപ്പോൾ യൗവനാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിലേക്ക് രാജ്യഭാരം ഏൽപ്പിച്ചുകൊണ്ട് നാഭിയും മേരുദേവിയും കൂടി തപോവനത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് രാജാക്കന്മാരെല്ലാം ചെയ്തിരുന്നത്. ഈ മമതാബോധത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് സർവം ത്യക്ത്വാചരേയം, എല്ലാത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു കൊള്ളാം. വാസ്തവത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ നാം എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം വാസ്തവത്തിൽ ഒന്നുമല്ല എന്നുള്ളൊരു ബോധം നമ്മളിലേക്ക് എത്തുമ്പോഴാണ് ശരിയായി നമ്മൾ ഈശ്വരോപാസനയ്ക്ക് യോഗ്യനായി തീർന്നത്. അതുവരേക്കും ഈ കാണുന്നതെല്ലാം എൻ്റേതെന്നും ഞാനെന്നുമുള്ള ബോധം
ഉള്ള അത്രയും കാലം യഥാർത്ഥ ഭക്തിയിലേക്ക് എത്താൻ ഒരാൾക്ക് എളുപ്പമല്ല. ആരെങ്കിലും അന്നമില്ലാത്ത ഒരാൾ അന്നം യാചിച്ചു വന്നാൽ അവർക്കത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതും അവരിലിരിക്കുന്ന ആ ജീവാത്മാവ് എന്നിലിരിക്കുന്ന ജീവാത്മാവിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് എന്നും മനസ്സിലാക്കുമ്പോഴാണ് ഈ നാനാത്വഭ്രാന്തിജന്യാ അവൻ ഇവൻ എന്നൊക്കെയുള്ള ബോധം പോയി ഞാനും അവനും ഒന്നു തന്നെയാണ്, ഒരേ പരമാത്മാവിൻ്റെ രണ്ട് രൂപങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് വിശക്കുന്നെങ്കിൽ അതുപോലെ തന്നെ അയാൾക്കും വിശക്കും, ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അയാൾക്കും കഴിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധമെല്ലാം ഉണ്ടാകുന്നത് അപ്പോഴാണ്. അങ്ങനെ ഈ നാനാത്വത്തിൻ്റേതായ മായയെ വിജയിച്ചു കഴിഞ്ഞാൽ ഭഗവത് പദത്തിലേക്ക് എത്തുവാനായിട്ട് വളരെ എളുപ്പമാണ്. അതിനുള്ള വഴി എനിക്ക് കാണിച്ചു തരണേ, അതിനുള്ള കൃപ അങ്ങ് എന്നിൽ ചൊരിയണേ എന്നെല്ലാമാണ് മേൽപ്പത്തൂരി ശ്ലോകത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയ്യുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗത് വീക്ഷ്യമായാ വിലാസം നാനാത്വഭ്രാന്തിജന്യാ സതി ഖലു ഗുണദോഷാവബോധേ വിധിർവാ വ്യാസേധോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീത വൈഷമ്യബുദ്ധേ ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയോ ജന്തവ സന്ധ്യനന്ദാ തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനസ്യാ സുഹൃദപി ചരിപൂര്യസ്ത്വയി ന്യസ്തചേതാ താവോചിത്തേരുപായം സ്മരതി സഹിസുഹൃത് സ്വാത്മവൈരീ തതോന്യ ക്ഷുതൃഷ്ണാലോപമാത്രേ സതത കൃതധിയഃ ജന്തവഃ സന്തി അനന്താഃ തേഭ്യഃ വിജ്ഞാനവത്വാത് പുരുഷഃ ഇഹ വര തജ്ജനിഃ ദുർലഭ ഏവ തത്ര അപി ആത്മാ ആത്മനഃ സ്യാത് സുഹൃത് അപി ച റിപുഃ യഃ ത്വയി ന്യസ്തചേതാഃ താപ ഉച്ഛിത്തേഃ ഉപായം സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ തതഃ അന്യഃ ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതധിയഃ വിശപ്പടക്കണം, ഇണചേരണം എന്നീ രണ്ട് കാര്യങ്ങൾ മാത്രം സദാസമയവും ചിന്തിക്കുന്ന ജന്തവഃ സന്തി അനന്താഃ ജന്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ അനന്തമായുണ്ട്. തേഭ്യഃ അവയിൽ വെച്ച് വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വര അറിവ് നേടാനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് പുരുഷഃ ഇഹ വരഃ മനുഷ്യൻ ഇവിടെ ശ്രേഷ്ഠനാകുന്നു. തജ്ജനിഃ ദുർലഭ ഏവ എന്നാൽ ആ മനുഷ്യൻ്റെ ജന്മം കിട്ടുക ദുർലഭമാണ്. തത്ര അപി ആ മനുഷ്യന്മ കിട്ടിയാൽ തന്നെയും ആത്മാ ആത്മനസ്യാ സുഹൃത് അവൻ തന്നെ ചിലപ്പോൾ സുഹൃത്തായിത്തീരും. അപിച റിപുഃ മറ്റു ചിലപ്പോൾ അവൻ തന്നെ ശത്രുവായും തീരും. യഹ ത്വയി ന്യസ്തചേതാഃ ഏതൊരാളാണോ അയാളുടെ മനസ്സിനെ ഈശ്വരനിൽ സമർപ്പിക്കുന്നത് എന്നിട്ട് താപഃ ഉച്ചിത്തേഃ ഉപായം സ്മരതി ഈ താപത്രയങ്ങളെ അതിജീവിക്കുവാനുള്ള ഉപായത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ആരോ സഹി സുഹൃത് ആ മനസ്സ് അവനെ സുഹൃത്തായിത്തീരുന്നു. സ്വാത്മവൈരീ തതഃ അന്യഃ അപ്രകാരമുള്ള ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകാത്ത ഒരാൾ അയാളുടെ ആ മനസ്സ് ശത്രുവുമായി തീരുന്നു. എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒന്ന് വിശപ്പടക്കണമെന്നും രണ്ടാമത്തേത് ഇണചേരണം എന്നും. ഇതെല്ലാം
പ്രകൃത്യാ ഉള്ള നൈസർഗികമായ വാസനകളാണ് എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളത്. മനുഷ്യൻ തീർച്ചയായും അതിൽ ഒരു ഭാഗം മാത്രമാണ്, അതിലൊന്ന് മാത്രമാണ്. ഭാഗവതത്തിൽ പറയും ഏകദേശം 84 ലക്ഷത്തിൽ പരം വിവിധങ്ങളായ ജീവജാലങ്ങളുണ്ടെന്നാണ്. അതിലൊന്നു മാത്രമാണ് മനുഷ്യൻ. അപ്രകാരമുള്ള ഈ മനുഷ്യ ശരീരത്തിന് വിധാതാവ് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകത കാര്യങ്ങൾ വേർതിരിച്ചറിയുവാനുള്ള കഴിവ്. ആ ഒരു കഴിവ് മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മനുഷ്യജന്മം ലഭിക്കുക വളരെ വിരളവുമാണ്. എന്നാൽ ഇത്രയും വിരളമായിരിക്കുന്ന മനുഷ്യ ശരീരം ലഭിച്ചാൽ തന്നെയും ഒരാൾക്ക് അയാളുടെ മനസ്സ് തന്നെ സുഹൃത്തായും ശത്രുവായും വർത്തിക്കുകയും ചെയ്യുന്നു. ഏതൊരാളുടെ മനസ്സാണോ താപത്രയത്തിൽ നിന്ന് മറികടക്കുവാനായിട്ട് അല്ലെങ്കിൽ മറുകരയിലേക്ക് എത്തുവാനായിട്ട് ഉള്ള ശ്രമങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ആ മനസ്സ് അയാളുടെ സുഹൃത്താകുന്നു. എന്നാൽ അപ്രകാരം ഒരു ബോധം ഉളവാക്കാത്ത മനസ്സാണെങ്കിലോ അത് അയാൾക്ക് തന്നെ ശത്രുവുമായി തീരുന്നു. ഇത്രയും ദുർലഭമായിരിക്കുന്ന ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ട് അത് വ്യർത്ഥമാക്കി കളയുക എന്നതാണ് പരമാവധി മനുഷ്യർ ചെയ്യുന്നത്. ജന്തുക്കളുടെ കാര്യം ഒന്നും പറയേണ്ടതില്ല, അവർക്ക് ഇതിനുള്ള കഴിവില്ല. പക്ഷേ ആ കഴിവ് കിട്ടിയിരിക്കുന്ന മനുഷ്യനാവട്ടെ നിസ്സാരങ്ങളായ ഭോഗങ്ങൾക്ക് പിന്നാലെ പാഞ്ഞ് ഈ മനുഷ്യ ജന്മത്തെ പാഴാക്കി കളയും. ഭാഗവതത്തിലെ 11ാം സ്കന്ധത്തിലെ അവധൂത ബ്രാഹ്മണൻ നൽകുന്ന ഒരു ഉപദേശം, നിമി ചക്രവർത്തിക്ക് നൽകുന്ന ഉപദേശം ഉപസംഹരിച്ചുകൊണ്ട് അവിടെ പറയും, ലബ്ധ്വാ സുദുർലഭമിദം ബഹു സംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹധീര തൂർണം യതേത ന പതേതനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവദാ സ്യാത്. ലബ്ധ്വാ സുദുർലഭം ഇതം ബഹു സംഭവാന്തേ. പല ജന്മങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും ദുർലഭമായിരിക്കുന്ന ഈ മനുഷ്യ ശരീരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാനുഷ്യം അർത്ഥതം. ഈ മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് അർത്ഥതം, അർത്ഥത്തെ ദാനം ചെയ്യുന്നതാണ്. പുരുഷാർത്ഥത്തെ ദാനം ചെയ്യാൻ കഴിവുള്ളതാണ് മനുഷ്യ ശരീരം. പക്ഷേ ഇതിനൊരു കുറവുള്ളത് അനിത്യം. ഇതിനെ എല്ലാ കാലവും നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിലും അപീഹ ലോകെ, അങ്ങനെയൊന്നിരിക്കലും ഈ ലോകത്തിൽ മനുഷ്യനെ സിദ്ധിച്ചവർ തൂർണം യഥേത നിരന്തരം പ്രയത്നിക്കണം എന്നാണ് പറയുന്നത്. അനുമൃത്യുയാവത്, എപ്പോൾ വരേക്കും മൃത്യു വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നില്ലയോ അപ്പോൾ വരേക്കും നിരന്തരം പ്രയത്നിക്കണം. എന്നാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? നിശ്രേയസായ വിഷയ ഖലു സർവദാ സ്യാത്. യാതൊരു ശ്രേയസിനെയും നേടിത്തരാത്ത വിഷയസുഖമാണെങ്കിലോ അത് ഏത് ജന്മത്തിലും ഏത് ശരീരം ലഭിച്ചാലും സുലഭമാണ്. അങ്ങനെ ഇരിക്കെ ശ്രേഷ്ഠമായ മനുഷ്യശരീരം ലഭിച്ചിട്ട് എന്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ പ്രയോജനത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതായിരിക്കണം ഒരു ഉത്തമ ഭക്തൻ ചിന്തിക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സമയം വളരെ കുറവാണ്. ഇനി ബാക്കിയുള്ള സമയമെങ്കിലും ഈ മമത്വം എല്ലാം ഉപേക്ഷിച്ച് അവരവർ ചെയ്യേണ്ടതായ കർമ്മങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ബാക്കി സമയം മുഴുവൻ ഈശ്വരോപാസനയ്ക്കായിട്ട് നീക്കിവയ്ക്കുന്നവർ ഈ ഒരു വിഷമാവസ്ഥയിൽ രക്ഷപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ക്ഷുതൃഷ്ണാലോപമാത്രേ സതതകൃതയോ ജന്തവ സന്ധ്യനന്ദ
തേഭ്യോ വിജ്ഞാനവത്വാത് പുരുഷൈഹ വരസ്തജ്ജനിർദുർലഭൈവ തത്രാപ്യാത്മാത്മനസ്യ സുഹൃതപി ചരിപൂര്യസ്ത്വയി ന്യസ്തചേതാ താപോച്ചിത്തേരുപായം സ്മരതി സഹിസുഹൃത് സ്വാത്മവൈരീ തതോന്യ ത്വത്കാരുണ്യേ പ്രവൃത്തെ കൈവ നഹി ഗുരുർലോകവൃത്തെ വിഭൂമൻ സർവാക്രാന്താഭിഭൂമിർനഹി ചലതി തദ സക്ഷമാം ശിക്ഷയേയം ഗൃഹ്ണീയാമീശ തത്തത് വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച ത്വത്കാരുണ്യേ പ്രവൃത്തെ കഹ ഇവ നഹി ഗുരുഃ ലോകവൃത്തെ അഭി ഭൂമൻ സർവാക്രാന്ത അഭി ഭൂമിഃ നഹി ചലതി തതഃ സക്ഷമാം ശിക്ഷയേയം ഗൃഹ്ണീയാം ഈശ തത്തദ് വിഷയപരിചയേ അഭി അപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ച ആത്മനഃ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപത ച ത്വത്കാരുണ്യേ പ്രവൃത്തെ കഹ ഇഹ നഹി ഗുരു ഭഗവാനെ അങ്ങയുടെ കാരുണ്യം ഉള്ള ഒരുവന് ഏത് പ്രകാരത്തിലും ഒരു ഗുരുവായി തീരാനുള്ള യോഗ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങയുടെ കാരുണ്യമുള്ള ആൾക്ക് സാധാരണ ലോകവ്യവഹാരങ്ങൾ പോലും ആർക്കും ഗുരുവായി തീരാം അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ. സർവാക്രാന്താഭിഭൂമൻ ഭൂമിഹി നഹി ചലതി തതഃ നമ്മളെല്ലാവരും നിരന്തരം ആക്രമിച്ചിട്ടും ഈ ഭൂമി അല്പം പോലും ചലിക്കുന്നില്ല എന്നത് സക്ഷമാം ശിക്ഷയേയം ആ ക്ഷമയെ ആ നല്ല ക്ഷമയെ ഞാൻ പഠിച്ചുകൊള്ളാം അല്ലെങ്കിൽ അഭ്യസിച്ചുകൊള്ളാം. അതുപോലെ ഗൃഹ്ണീയാമീശ ഞാൻ നേടിക്കൊള്ളാം ഭഗവാനെ. എന്ത് തത്തത് വിഷയപരിചയെ അഭി അപ്രസക്തിം സമീരാത് സമീരാത് വായുവിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചുകൊള്ളാം. എന്താണ് പാഠം? തത്തത് വിഷയപരിചയെ അഭി അപ്രസക്തിം എല്ലാ വിഷയങ്ങളോടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോടും ഈ വായുവിന് സമ്പർക്കമുണ്ട്. പക്ഷേ ഈ വായുവിന് ഒന്നിനോടും ഒരു ഒട്ടലില്ല എന്ന കാര്യം ഞാൻ വായുവിൽ നിന്ന് പഠിച്ചുകൊള്ളാം. അതുപോലെ തന്നെ വ്യാപ്തത്വം ച ആത്മനഃ ആത്മാവിൻ്റെ സർവവ്യാപിത്വം അത് ഗഗനഗുരുവശാത് ഭാതു നിർലേപതാജ ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചുകൊള്ളാം. ഈ പരമാത്മ ചൈതന്യം എല്ലായിടത്തും വ്യാപരിക്കുന്നുണ്ട് എങ്കിലും അതിനും ഒന്നിലും നിന്നും ലേപനം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ യാതൊന്നും ആ ആത്മാവിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന്. ഇവിടെ 3 ഗുരുക്കന്മാരെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ആമുഖമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയുടെ അനുഗ്രഹമുണ്ടായാൽ ആർക്കാണ് ഈ ലോകത്തിൽ ഒരു ഗുരുവാകാൻ സാധിക്കാത്തത്? അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഈ ഭൂമിദേവി ക്ഷമയുടെ പര്യായമാണ്. നമ്മളെല്ലാവരും എന്തെല്ലാം അരുതാത്തത് കാണിച്ചിട്ടും ഈ ഭൂമിദേവി അതിൻ്റെ ധർമ്മത്തിൽ നിന്നൊട്ടും വ്യതിചലിക്കുന്നില്ല, സ്വധർമ്മം പാലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എത്രമാത്രം ക്ഷമയുള്ളത് കൊണ്ടാണ് ഭൂമിദേവി ഈ പ്രകാരം ചെയ്യുന്നത് എന്ന് ആ നല്ല ക്ഷമയെ ഞാൻ ഭൂമിയെ കണ്ട് അഭ്യസിച്ചുകൊള്ളാം. ഭൂമി എനിക്കൊരു ഗുരുവാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഗൃഹ്ണീയാമീശ തത്തത് വിഷയപരിചയേപി അപ്രസക്തിം സമീരാത്. ഈ വായു സർവത്ര വ്യാപിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളോടും അതിന് ചേർച്ചയുണ്ടെങ്കിലും ഒന്നിനോടും ഒരു ഒട്ടൽ, ഒരു സംഘം വായുവിന് ഉണ്ടാകുന്നില്ല എന്നത് ആ വായു എന്നുള്ള ഗുരുവിൽ നിന്ന് ഞാൻ അഭ്യസിച്ചുകൊള്ളാം.
എന്തിനെല്ലാം നമ്മൾ വ്യാപരിച്ചാലും ശരി, അതിനോടൊന്നും ഒരു പരിധിയിൽ കവിഞ്ഞ ഒട്ടൽ നമുക്കുണ്ടാകരുത് എന്നുള്ള കാര്യം ഞാൻ വായുവിൽ നിന്ന് പഠിച്ചുകൊള്ളാം. അതുകൊണ്ട് വായു എനിക്ക് രണ്ടാമത്തെ ഗുരു. അത് കഴിഞ്ഞ് പറയുന്നു, പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്നാൽ ഈ പ്രപഞ്ചം ആ പരമാത്മാ ചൈതന്യത്തിലേക്ക് ലേപനം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിനോടൊന്നും ഒരു ഒട്ടൽ ഉണ്ടാവാതിരിക്കണം എന്നുള്ള ആശയവും ഞാൻ ആ ആത്മാവിൽ നിന്നും പഠിച്ചുകൊള്ളാം. ഇപ്രകാരം 3 ഗുരുക്കന്മാരിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ത്വത്കാരുണ്യേ പ്രവൃത്തെ കൈവനൈ ഗുരുർ ലോകവൃത്തെ വിഭൂമൻ സർവാക്രാന്താഭിഭൂമിർനഹി ചലതി തത സക്ഷമാം ശിക്ഷയേയം ഗൃഹ്ണീയാമീശ തത്തത് വിഷയപരിചയേപ്യപ്രസക്തിം സമീരാത് വ്യാപ്തത്വം ചാത്മനോ മേ ഗഗനഗുരുവശാത് ഭാതു നിർലേപതാ ച സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവത് മാസ്മ ഗൃഹ്ണാം സർവനീനോപി ദോഷം തരുഷുതമിവ മാം സർവഭൂതേഷവേയം പുഷ്ടിർനഷ്ടി കലാനാം ശശിന ഇവ തനോർനാത്മനോസ്തീതി വിദ്യാം തോയാദി വ്യസ്തമാർത്താണ്ഡവദഭിജതനുഷേകതാം ത്വത്പ്രസാദാത് സ്വച്ഛഃ സ്യാം പാവനഃ അഹം മധുര ഉദകവത് വന്യവത് മാസ്മ ഗൃഹ്ണാം സർവ അന്യീനഃ അഭി ദോഷം തരുഷു തമിവ മാം സർവഭൂതേഷു അവേയാം പുഷ്ടിഃ നഷ്ടിഃ കലാനാം ശശിനഃ ഇവ തനോഃ ന ആത്മനഃ അസ്തി ഇതി വിദ്യാം തോയാദി വ്യസ്തമാർത്താണ്ഡവത് അഭിജതനുഷു ഏകദാം ത്വത്പ്രസാദാത് സ്വച്ഛസ്യാം പാവനഃ അഹം മധുര ഉദകവത്. ഞാൻ ജലം എപ്രകാരമാണോ അതുപോലെ ഞാൻ മധുരമുള്ളവനും ശുദ്ധനും ആയിത്തീരും. അഴുക്കെല്ലാം കഴുകിക്കളഞ്ഞ് എൻ്റെ മനസാ വാച കർമ്മണ മറ്റുള്ളവർക്ക് യാതൊരു അപ്രിയവും തോന്നാത്ത രീതിയിൽ ഞാൻ ശുദ്ധനും ആയിത്തീരാം. അതുപോലെ തന്നെ വന്യവത് മാസ്മ ഗൃഹ്ണാം. വന്യ എന്ന് പറഞ്ഞാൽ അഗ്നി. അഗ്നിയെപ്പോലെ ഞാൻ എന്ത് തരം ഭക്ഷണം കഴിച്ചാലും ദോഷം തരുഷതമിവ, ആ ദോഷം മാസ്മ ഗൃഹ്ണാം, അന്നത്തിൻ്റെ ദോഷത്തെ കൈക്കൊള്ളാതിരിക്കാം. അപ്പോൾ ഏതുതരം ഭക്ഷണം കഴിച്ചാലും അതിന് നല്ലതും ചീത്തയുമായ ഗുണങ്ങളുണ്ട്. ആ ദോഷത്തെ ഒന്നും ഞാൻ സ്വീകരിക്കാതിരിക്കാം, കൈക്കൊള്ളാതിരിക്കാം. തരുഷു തമിവ മാം സർവഭൂതേഷു അവേയാം. തരുഷു മരങ്ങളിൽ, പലതരം മരങ്ങളിൽ പിടിച്ചിരിക്കുന്ന തം അയാളെ, ആ അഗ്നിയെ സർവഭൂതേഷു അവേയാം. പലതരം മരങ്ങളിൽ പിടിച്ചിരിക്കുന്ന അഗ്നിയുടെ ആകൃതി പലതാണ് എന്ന് പറഞ്ഞതുപോലെ പരമാത്മാവിൻ്റെ അംശങ്ങളാകുന്ന ജീവാത്മാക്കൾ പല ശരീരങ്ങളിരിക്കുമ്പോൾ അതെല്ലാം പലതായി തോന്നാം എങ്കിലും അതെല്ലാം ഒരേ പരമാത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. പുഷ്ടിഃ നഷ്ടിഃ കലാനാം ശശിന ഇവ തനോഹോ. ചന്ദ്രൻ്റെ കലകൾക്ക് വൃദ്ധിയും നഷ്ടവും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വൃദ്ധിയും ക്ഷയവും ഉണ്ടാകുന്നത് ചന്ദ്രൻ്റെ ശരീരത്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിനും വളർച്ചയും ക്ഷയവും ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ന ആത്മനഃ അസ്തി ഇതി. അത് ആ ജീവാത്മാവിന് അല്ല, പരമാത്മാവിൻ്റെ അംശമായിരുന്ന ജീവാത്മാവിനെ അല്ല ഇത് ബാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. അതുപോലെ തന്നെ തോയാദി വ്യസ്തമാർത്താണ്ഡവത് അഭിജ തനുഷു ഏകദാം ത്വത്പ്രസാദാത്. തോയാദി വ്യസ്തമാർത്താണ്ഡവത്, പല പാത്രങ്ങളിൽ ഇരിക്കുന്ന ജലത്തിലൂടെ
സൂര്യനെ കാണുമ്പോൾ അത് പലതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ പല ശരീരങ്ങളായിട്ട് തനുഷു ഏകതാം, പല ശരീരങ്ങളിൽ ഇരിക്കുന്ന ആ ജീവാത്മാക്കൾ എല്ലാം പരമാത്മാവിൻ്റെ തന്നെ അംശങ്ങളാണ്, ഒരേ പരമാത്മാവിൻ്റെ അംശങ്ങളാണ് എന്ന് ഞാൻ ത്വത് പ്രസാദാത്, അങ്ങയുടെ പ്രസാദത്താൽ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഞാൻ ജലം പോലെ ശുദ്ധനായും അഴുക്കില്ലാത്തവനായും ഇരിക്കാനായിട്ട് ശ്രമിക്കാം, ശ്രദ്ധിച്ചുകൊള്ളാം. അതുപോലെ എപ്രകാരമാണോ അഗ്നി ഓരോരോ പദാർത്ഥങ്ങളെ അത് ഭക്ഷിച്ചാലും അതിൻ്റെ ദോഷങ്ങളൊന്നും അഗ്നിയെ ബാധിക്കാറില്ല എന്നതുപോലെ ഞാൻ കഴിക്കുന്ന അന്നത്തിൽ നിന്നും അതിൻ്റെ ദോഷങ്ങളെ ഞാൻ സ്വീകരിക്കാതിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ദോഷമുള്ള അന്നത്തെ ഞാൻ ഒഴിവാക്കിക്കൊള്ളാം എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ തരുഷ തമിഴമാം സർവഭൂതേഷവേയാം, ആ തരുക്കളിൽ പല പ്രകാരത്തിലുള്ള മരക്കഷ്ണങ്ങളിൽ പിടിക്കുന്ന തീയുടെ ആകൃതി പലതാകും എങ്കിലും അഗ്നി എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഞാനും ആ ഏകാത്മത ഭാവത്തിലേക്ക് എത്തിച്ചേർന്നുകൊള്ളാം. അതേപോലെ ചന്ദ്രൻ്റെ കലകൾക്കാണ് എപ്പോഴും വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നത് എന്നതുപോലെ നമ്മുടെ ശരീരത്തിന് മാത്രമാണ് വൃദ്ധിയും ക്ഷയവും ഉണ്ടാവുക, നമ്മുടെ ആത്മാവിന് അല്ല. അതേപോലെ തന്നെ പല പാത്രങ്ങളിൽ ഇരിക്കുന്ന ജലത്തിലൂടെ പ്രതിബിംബിക്കുന്ന സൂര്യബിംബം ഒന്നേയുള്ളൂ എന്നും പലതായി നമുക്ക് തോന്നുന്നത് മാത്രമാണ് എന്ന കാര്യവും അല്ലയോ ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഓരോരോ ഗുരുക്കന്മാരിൽ നിന്നും നേടേണ്ടതായ വിദ്യകൾ, അറിവ് എന്താണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെയും മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്വച്ഛസ്യാം പാവനോഹം മധുര ഉദകവത് വന്യവത്മാസ്മഗൃഹണാം സർവാനീനോഭിദോഷം തരുഷതമിവ മാം സർവഭൂതേഷവേയാം പുഷ്ടിർനഷ്ടിക്കലാനാം ശശിനൈവ ധനോർനാത്മനോസ്തീതി വിദ്യാം തോയാ ദിവ്യസ്തമാർത്താണ്ഡവദഭിജതനുഷേകതാം ത്വത്പ്രസാദാത് സ്നേഹാത് വ്യാദാത്തപുത്ര പ്രണയമൃതകബോധായതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയക്ഷുതമഭിശയുവത് സിന്ധുവത് ശ്യാമഗാധ മാഭക്തം യോഷിതാദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തത്വോദ്ധനചയനവശാത് മാഹമീശ പ്രണേശം സ്നേഹാത് വ്യാദ ആത്തപുത്ര പ്രണയമൃത കബോധായിത മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുതം അഭി ശയുവത് സിന്ധുവത് ശ്യാം അഗാധ മാ പപ്തം യോഷിത് ആദൗ ശിഖിനി ശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തത്വധനജയനവശാത് മാഹമീശ പ്രണേശം സ്നേഹാത് വ്യാദാത്തപുത്ര പ്രണയമൃതകബോധായിതോ മാസ്മഭൂവം. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. അവിടെ പറയുന്നത് ഒരു കബോധം, ഒരു പക്ഷി അതിൻ്റെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കാട്ടിൽ താമസിക്കുക. അച്ഛനും അമ്മയും പ്രഭാതമായി കഴിഞ്ഞാൽ ഇര തേടാനായിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് അവർ കൊണ്ടുവരുന്ന ഭക്ഷണം ഈ കുഞ്ഞ് കിളികൾക്ക് കൊടുത്താണ് അവരെ പോറ്റുന്നത്. ഒരു ദിവസം ഈ അച്ഛൻ പക്ഷിയും അമ്മ പക്ഷിയും പോയിട്ട് തിരികെ വരുമ്പോൾ കുഞ്ഞു പക്ഷികളെ കാട്ടാളൻ പിടിച്ചുകൊണ്ടുപോയതായിട്ട് കണ്ടു. ആ രംഗം കണ്ടപ്പോൾ അമ്മ പക്ഷിയും ചെന്ന് തലതല്ലി കരഞ്ഞിട്ട് ആ അമ്മ പക്ഷിയെയും കാട്ടാളൻ കൊണ്ടുപോയി. ഇതെല്ലാം കണ്ടപ്പോൾ ഈ അച്ഛൻ പക്ഷിക്ക് തോന്നി, എൻ്റെ മക്കളും ഭാര്യയെ നഷ്ടമായി ഞാൻ ഇനി എന്തിന് ജീവിക്കണം എന്ന് പറഞ്ഞ് അയാൾ സ്വയം ചെന്ന് ആ കാട്ടാളനെ കീഴടങ്ങി കൊടുത്തു. കാട്ടാളൻ അയാളെയും കൊന്ന് ഭക്ഷിച്ചു. എന്ന് പറഞ്ഞതുപോലെ ഈ വ്യർത്ഥമായിരിക്കുന്ന ശരീരം അത്
നമുക്കൊരു ലക്ഷ്യത്തിനായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഈശ്വരപദ പ്രാപ്തിക്ക് വേണ്ടിയായിട്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നത്. അതിനെ വ്യർത്ഥമായ ഈ കുടുംബ ബന്ധങ്ങളെ ഓർത്ത് ഏത് പ്രകാരത്തിൽ നശിപ്പിക്കാവുന്നതല്ല. അഥവാ ആപത്തിൽപ്പെട്ട് കുഞ്ഞുങ്ങളും ഭാര്യയും മരിച്ചുപോയി എന്ന് വരികിലും ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലിരിക്കുന്ന ആത്മചൈതന്യത്തിന് ഈ സംസാര സാഗരത്തിൻ്റെ മറുകര പ്രാപിക്കേണ്ടതുണ്ട് എന്നുള്ള ലക്ഷ്യബോധം അപ്പോഴും കൈവിടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രാപ്തം പ്രാശൻ സഹേയ ക്ഷുതമഭിശയുവത്. ശയുവത് ഒരു പെരുമ്പാമ്പ്, അതിൻ്റെ ക്ഷുതം വിശപ്പിനെ സഹേയ സഹിച്ചുകൊണ്ട് അങ്ങനെ കിടക്കും. പ്രാപ്തം പ്രാശൻ അതുവഴി വരുന്ന ഇരകളെ മാത്രമേ പെരുമ്പാമ്പ് ഭക്ഷിക്കാറുള്ളൂ, ഓടിച്ചിട്ട് പിടിക്കാറില്ല. ഇനി ഇരകളൊന്നും അതുവഴി വരുന്നില്ല എന്ന് വെച്ച് എത്ര കാലം വേണമെങ്കിലും പട്ടിണി കിടക്കാൻ ഈ പെരുമ്പാമ്പിന് സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിന്ധുവത്സ്യാം അഗാധഃ, ഒരു സമുദ്രം പോലെ ഞാൻ അഗാധം അല്ലെങ്കിൽ ആഴമുള്ളവനായി ഇരുന്നു കൊള്ളാം. പിന്നെ മാ പപ്തം യോഷിദാദൗ, ഒരിക്കലും സ്ത്രീ കനകം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ചെന്ന് മനസ്സ് പതിച്ച് നശിക്കാൻ ഇടവരുത്. അതെങ്ങനെയാണെന്നാൽ ശിഖിനി ശലഭവത് ഭൃംഗവത്, അഗ്നിയിലേക്ക് വീഴുന്ന ശലഭങ്ങളും വണ്ടുകളും ഒക്കെ നശിച്ചു പോകുന്നത് പോലെ ഞാൻ കാമിനി കനകങ്ങളിൽപ്പെട്ട് നശിക്കാതിരിക്കണം. പിന്നെയോ ഭൂയാസം, വീണ്ടും കിന്തു തത്വധനജയനവശാത് മാഹമീശ പ്രണേശം. ഒരു വണ്ട് ഇങ്ങനെ തേൻ കുടിക്കാൻ ഇരുന്നിരുന്നിരുന്ന് പ്രഭാതം വരെ ഇരുന്ന് പോയപ്പോൾ, പ്രദോഷം വരെ ക്ഷമിക്കണം, ഒരു വണ്ട് തേൻ കുടിച്ചിരുന്ന് ആ മത്ത് പിടിച്ചിരുന്ന് ഉറങ്ങിപ്പോയപ്പോൾ സന്ധ്യയായപ്പോൾ പ്രദോഷമായപ്പോൾ ഈ താമര കൂമ്പിപ്പോയി. പിറ്റേ ദിവസം പ്രഭാതമായാലേ ഈ താമര വീണ്ടും വിടരുകയുള്ളൂ. ആ വണ്ട് ആ താമര ഉള്ളിൽ ഇരുന്ന് സ്വയം നശിച്ചു പോകുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ധനം സമ്പാദിക്കുവാനായിട്ടുള്ള പരക്കം പാച്ചിലിൽ എനിക്ക് ദേഹനാശം ഭവിക്കാതിരിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി, അല്ലെങ്കിൽ എന്നുള്ള അറിവും ഞാൻ നേടിക്കൊള്ളാം. അനാവശ്യമായിട്ട് ധനത്തിന് പിന്നാലെ പായരുത്, കാമിനി കനകങ്ങൾക്ക് പിന്നാലെ പായരുത് എന്നാണ് അവിടെയും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇപ്രകാരം ഓരോരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോരോ അറിവിനെ ഞാൻ അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ നേടിക്കൊള്ളാം എന്നാണ് പറയുന്നത്. സ്നേഹാദ്വ്യാദാത്തപുത്ര പ്രണയമൃതകപോതായിതോ മാസ്മഭൂവം പ്രാപ്തം പ്രാശ്നൻ സഹേയ ക്ഷുതമഭിശയുവത് സിന്ധുവത് ശ്യാമഗാധ മാഭക്തം യോഷിദാദൗ ശിഖിനിശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തത്വധനചയനവശാത് മാഹമീശ പ്രണേശം.